പറയുന്നത് പലരും കേൾക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല, ഞങ്ങൾ ആരാധിച്ചത് വെറുതെ ആയില്ല, ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് നഷ്ടമായില്ല എന്ന് പറയാൻ ഇടവരില്ല. ഓരോന്നിനും ഒരു സമയമുണ്ട്. ബൈബിൾ എഴുതിയിട്ടുള്ള വാക്ക് നോക്ക്, ഞാൻ നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും എൻ്റെ ആത്മാവിനെയും ഞാൻ വർഷിക്കും. 4-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരുകളും പോലെ അവർ തഴച്ചു. ആര്? നിങ്ങളുടെ മക്കൾ തഴച്ചു വളരും, ഉണങ്ങിപ്പോകത്തില്ല. നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകളെ കൊണ്ടേ കുഴി ചാടിക്കാൻ നോക്കുന്ന ആളുകളുണ്ട്, നോട്ടമിടുന്നവരുണ്ട്. ഓരോ അമ്മയും അവർ എൻ്റെ മകനെ പതുക്കെ കുടിപ്പിക്കാൻ തുടങ്ങുന്നു, വലിപ്പിക്കാൻ തുടങ്ങുന്നു, ചവയ്ക്കാനിട്ട് കൊടുക്കുന്നു, പല കള്ളത്തരങ്ങളും പഠിപ്പിച്ച് എൻ്റെ മകനിപ്പോൾ ആകെ പ്രശ്നമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന് കൂട്ടുകാർ പറയുന്നതാ വലുത്, ഞങ്ങളോടൊക്കെ ഭയങ്കര കലിയാ, ദേഷ്യവാ. നോക്കൂ, സമൂഹത്തിൽ ആരെയും കുറ്റപ്പെടുത്തുവല്ല, ലോകം അങ്ങനെയാണ്. ചിലപ്പോൾ നശിപ്പിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മകളെ ചില പ്രേമ കുടുക്കിൽ കൊണ്ടുപോയി കുടുക്കിയിടാൻ പണിയെടുക്കുന്നവരുണ്ട്. നമ്മളതൊന്നും അറിയത്തില്ല. നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സമയവും കാലവും ഒക്കെ അങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ വിഷമവും നീറ്റിലും പുകച്ചിലും മാത്രം. ഇന്നേ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ മകളെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ്, എൻ്റെ മകനെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ്. അത് ദൈവസന്നിധിയിൽ ഞങ്ങൾ നട്ടിരിക്കുവാണ്. അവർ ദൈവത്തിൽ മറന്ന് ജീവിക്കരുത്. അവർക്ക് നല്ല ബന്ധമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു ഉഴപ്പിയും അവർ പോകാൻ പാടില്ല. നീ വിതച്ചത് നീ കൊയ്തിരിക്കും. അവർ നദീതീരത്ത് നട്ട ചെടികൾ പോലെ എങ്ങനെ വളരും? തഴച്ചു വളരും. ഒരിക്കൽ കൂടി കേട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നറിയാമോ, ഞാൻ വിശ്വസിക്കുവാണ്, നമ്മുടെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ കേക്ക് കൊണ്ട് തരുന്ന പോലെ, ഇതാ ഞാൻ നല്ലൊരു കേക്കായിരിക്കട്ടെ, അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തരുന്ന പോലെ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സന്ദർശിക്കുന്നത് പോലെ സമ്മാനങ്ങളുമായി നമ്മെ സന്ദർശിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ വീടുകളിൽ സമ്മാനങ്ങളുമായി നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഉണ്ടോ? യാക്കോബ് ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡിന്റെ സൈഡിൽ ഒരു 50 രൂപയുടെ തലയണ പോലും മേടിക്കാൻ കാശില്ലാതെ തല വെച്ച് കിടന്നപ്പോൾ, കല്ലേല് തലയണ വെച്ച് കിടന്നപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗം തുറന്ന് ഇറങ്ങി വന്നു ഒരു കോവണി കൂടെ സമ്മാനങ്ങളുമായി. ആ യാക്കോബിന്റെ സ്ഥിതി മൊത്തത്തിൽ മാറി. പിന്നെ യാക്കോബിന്റെ അവിടെ എഴുതിയിരിക്കുന്ന യാക്കോബിന്റെ സമ്പത്തെന്ന് എഴുതി ഒരു ഹെഡിങ് തന്നെ അങ്ങനെയാ. യാക്കോബിന്റെ സമ്പത്തെന്ന്. ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് വക്കി കിടന്നവനാണ്, ഒരു കൂര പോലും ഇല്ലാതെ. ദൈവത്തിന്റെ ദൂതന്മാർ സമ്മാനങ്ങളുമായി സന്ദർശിക്കട്ടെ. അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെയുള്ള പ്രാർത്ഥനയും വചനം കേൾക്കുമ്പോൾ, പ്രിയരെ, നിങ്ങൾ ആരായിരുന്നാലും ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ വീട്ടിലുള്ളവരെ സന്ദർശിക്കും. ചുമ്മാതെയല്ല, സമ്മാനങ്ങളുമായി. ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ പോവാ. കുറച്ചു സമയം നമ്മൾ കേട്ടില്ലേ? ദൈവസന്നിധിയിൽ നട്ടു പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്കോ വിവാഹ വാർഷികത്തിനോ ജൂബിലിക്കോ ഒക്കെ ചിലർ കടകളിൽ പോയി ഡ്രസ്സ് എടുക്കും, കേക്ക് മേടിക്കും, സ്വീറ്റ്സ് മേടിച്ച് നമ്മുടെ കരങ്ങളിൽ 2 കൈ കൊണ്ടും സന്തോഷമുള്ള ചിരിച്ച മുഖത്തോടെ ചില സമ്മാനങ്ങൾ തരാൻ എന്നെ സന്ദർശിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദൂതന്മാർ തകർന്നിരിക്കുന്ന നിന്നെ സന്ദർശിക്കും. ദൈവം നിന്നെ സന്ദർശിക്കുന്നത് കുറെ കൂടെ നിനക്ക് വേദനയുള്ള ഭാഗത്ത് ഒരടി കൂടെ തരാനല്ല. അതൊരു പ്രത്യേകതയാണ്. നമ്മളെ ചിലർ സന്ദർശിക്കുന്നത് നിനക്ക് വേദനിക്കുന്ന സ്ഥലത്ത് ഒരടി കൂടെ തരാനാണ്. ചില ആളുകൾ നമ്മളെ ഫോൺ വിളിക്കുന്നതേ, നിന്നെ എവിടെ അടിച്ചാലാ വേദനിക്കാന്ന് പലർക്കും നന്നായിട്ടറിയാം. നിനക്കിട്ടെവിടെ തല്ലിയാലാ വേദനിക്കുന്നു ചില ശത്രുക്കൾക്കറിയാം. നീ വേദനിക്കുന്നിടത്ത് അവർ വീണ്ടും വീണ്ടും തല്ലും. എന്നാൽ നിന്റെ മുറിവിൽ വീണ്ടും വീണ്ടും തല്ലുന്നവനല്ല ദൈവം, വീണ്ടും വീണ്ടും അടിക്കുന്നവനല്ല ദൈവം. പിന്നെയോ, നീ പൊട്ടിത്തകർന്ന് റോട്ടുവക്കി കിടക്കുവാണേലും അവിടെ നിന്ന് ദൂതന്മാരെ അയച്ച് സന്ദർശിച്ച് നിന്നെ
അനുഗ്രഹിച്ച് ആ കുഴിന്ന് കയറ്റാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതാണ് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച്, അഴയിത്തവരെ, എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ വിളിച്ചത്, എന്നെ ഇത് കേൾപ്പിച്ചത് ദൈവമാണ്. ഈ അനുഗ്രഹത്തിന്റെ കാരണത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവേ, നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവ്, നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അപ്പോൾ നദീതീരത്തിലെ ചെടികൾ പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തഴച്ചു വളരും. ആധാരമേ എന്ന് പറഞ്ഞു, അഴൈത്തവരേ, ചുറ്റി നിന്നാലും എന്നെ സൂഴലിൻറാലും ഉമ്മെ പാർക്കിன்றே ഉത്തമ ஊழியன் என்று നീ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ ഉണ്മയായി ഓടുകിன்றേ ഉത്തമ ஊழியன் என்று നീ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ ഉണ്മയായി. കരമുയർത്തി പറഞ്ഞേ, നിന്റെ മക്കളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അവർ നദീതീരത്തിലെ നദികൾ പോലെ, ചെടികൾ പോലെ തഴച്ചു വളരും. നിന്റെ മക്കളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ സന്തതികളുടെ മേൽ എന്റെ അനുഗ്രഹവും വർഷിക്കും. നിന്റെ മക്കളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ സന്തതികളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ആ കരമുയർത്തി പിടിച്ച് ഒന്ന് പറയുന്നു, കരങ്ങൾ താഴ്ത്തി ഉത്തമ ஊழியன் என்று നീ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ ഉണ്മയായി ഓടുകിன்றേ ഉത്തമ ஊழியൻ என்று നീ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ ഉണ്മയായി ഓടുകിன்றേ. അഴൈത്തവരേ അഴൈത്തവരേ എന്നോഴിയത്തിൻ ആഹാരമേ. അഴൈത്തവരേ അഴൈത്തവരേ എന്നോഴിയത്തിൻ ആധാരമേ. ഇരുന്നു കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അത് പറിച്ചെടുക്കും. ധാരാളം വിതച്ചോ ധാരാളം നീ കൊയ്യും. വിതയ്ക്കുമ്പോൾ പലരും പലതും പറയും. വേറെ പണിയില്ലേന്ന് ചോദിക്കും, നാണമില്ലേന്ന് ചോദിക്കും, പലതും പറയും. നടക്കേണ്ടത് അനുഗ്രഹത്തോടെ നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവം ഇടുന്ന നല്ല തുടക്കങ്ങൾ കാണാൻ നിന്റെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം ഇടുന്ന നല്ല തുടക്കങ്ങൾ അനുഭവിക്കാൻ നിന്റെ ശരീരത്തിന്, നിന്റെ കണ്ണുകൾക്ക്, കാതുകൾക്കൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ. ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹം വരുമ്പോ ഇത് പാടും. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ ദൈവത്തോട് പാടാനുണ്ട്. എനിക്കൊരു ഉത്തമഗീതം
എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പോലെ മൃദുലം. ഒരു പ്രാവശ്യം കൂടെ ആ നാലിലേം പാടി. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പോലെ മൃദുലം. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ആ വചനം ഒന്ന് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാം. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്തിടത്ത് കയറി ചെന്ന് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവമേ, എൻ്റെ വീടൊരു നരകതുല്യമാണല്ലോ. ദൈവമേ, അങ്ങയുടെ വചനം അവിടെ കയറി ചെന്ന് അനുഗ്രഹത്തെ ചെയ്യണമേ. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഭാവിയൊന്നും ആയില്ലല്ലോ, അവരുടെ കാര്യമൊന്നും ശരിയായില്ലല്ലോ, ഒന്നും നേരെ ആയില്ലല്ലോ. ദൈവവചനം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. എനിക്ക് മനസ്സിലായ കാര്യമായെന്ന് പ്രസംഗിച്ചത്, ഒരു അമ്മയും അപ്പനും പറയുക, ഈ കുഞ്ഞിന് രാത്രിയും ഉറക്കമില്ല, രാത്രിയിലും പകലും ഉറക്കമില്ല, ആരെയും ഉറക്കത്തുമില്ല, ഉച്ചത്തിൽ കരയും, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ആ പ്രാർത്ഥനയിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ കൊച്ചിനെ ഗർഭിണിയായിരിക്കുന്ന 4 മാസം ഉള്ളപ്പം ആരോ പറഞ്ഞു ഈ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാൻ മന്ത്രവാദിയെ വീട്ടിൽ കൊണ്ടുവന്ന് എന്തൊക്കെയോ ചെയ്യാൻ. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ആ വീട്ടിൽ വന്ന് ഈ കുഞ്ഞിന് അന്ന് 4 മാസമുള്ളപ്പോൾ, ആ സഹോദരി അന്ന് 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ വന്ന് എന്തൊക്കെയോ ചെയ്തു. അടുക്കളയിൽ പോയി അടുപ്പിൽ ഏതാണ്ടോ ചെയ്തു, വെള്ളത്തിൽ ഏതാണ്ടോ ചെയ്തു. ആ കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നീട് ആ കുഞ്ഞുണ്ടായപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ, ആരെയും ഉറക്കമില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി, എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല. അപ്പോഴാണ് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ആ തിന്മയുടെ സ്വാധീനങ്ങളെ ആ കുടുംബത്തിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന് വെട്ടിമുറിച്ചു കളയാൻ ആ ദൈവവചനം അവർ സഹായിച്ചു. പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വചനം അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വേണ്ടത്? അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം നീ ഒരത്ഭുതവും കാണുകയില്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം ഒരാൾ ഒരത്ഭുതവും കാണത്തില്ല. നിങ്ങളിങ്ങനെ വിശ്വസിച്ചേ, ഞാൻ ഒരത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പോവുകയാണ്. ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വേദനകളും എൻ്റെ ഒറ്റപ്പെടലുകളും എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാണെങ്കിൽ നീ എഴുന്നേറ്റ് പ്രകാശിക്കും. അതുകൊണ്ട് ഞാനത് പറയാം. എൻ്റെ വേദനകളും എൻ്റെ വിഷമങ്ങളും എൻ്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള മധുബഹയാണ്. എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാണ്, പ്ലാറ്റ്ഫോമാണ്. 3 ചെറുപ്പക്കാരെ തീക്കാത്തിട്ടപ്പോൾ ആ പൊള്ളുന്ന സ്ഥലം അവർക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള അൾത്താരയായിരുന്നു. ജയിലിൽ കിടന്ന് പൗലോസും ശീലാസും, ആ ജയില്, ആ പ്രതിസന്ധി, ആ ഒരു വല്ലാത്ത അവസ്ഥ, അത് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അൾത്താരയാക്കി മാറ്റി. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ അൾത്താരയാകുമ്പോൾ നിന്റെ ജീവിതം ഇരുട്ടിലായി പോകുമെന്നല്ല, നിന്റെ ബന്ധനങ്ങൾ ചണനൂൽ പോലെ പൊട്ടിപ്പോകുമെന്ന് മാത്രമല്ല, നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങും. നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങും. എല്ലാ വേദനകളെയും, മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അന്ധനായ മനുഷ്യൻ വഴിയരികിലിരുന്ന് വാ തുറന്ന് യേശുവെന്ന് വിളിച്ചപ്പോൾ അവന്റെ മുമ്പിൽ യേശു തുറന്നത് സൗഖ്യത്തിന്റെ വാതിലിനെയാണ്.
വാ തുറക്കുന്നവന്റെ മുമ്പിൽ ദൈവം വാതിലും വഴിയും തുറന്നിട്ടുണ്ട്. നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ? ഓ, ആ അന്ധനായ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുവാണ്, എന്നാ പ്രാർത്ഥിക്കാനാ, എന്തിനാ ഒച്ച വെക്കുന്നത്, ഇവിടെ ഇരുന്നാ മതി എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ആ നന്മ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ ദൈവത്തെ കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കേ. ഒരു നിമിഷം എല്ലാവരും കേട്ടെ. അന്ധനായ മനുഷ്യൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മിണ്ടാതിരുന്നപ്പോഴല്ല, യേശു ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണെന്ന്. ആ മനുഷ്യൻ ഒരാഗ്രഹം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഈ കണ്ണൊന്ന് ശരിയായി കിട്ടിയാൽ മതി, ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തെ ദൈവം അംഗീകരിച്ചു, ആഗ്രഹത്തെ ദൈവം മാനിച്ചു. നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിച്ചു തരും. എൻ്റെ ദൈവം എനിക്കത് സാധിപ്പിച്ചു തരും. എൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ചിലർ നനയാത്തൊരു വീട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നനയാത്തൊരു വീട്, ഒരു സ്വന്തമായൊരു വീട്, നല്ലൊരു ജോലി, നല്ലൊരു ജീവിതം. നിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. പ്രാർത്ഥിക്കുന്നവന്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരും. പ്രാർത്ഥിക്കുന്നവന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച് നിന്റെ ആഗ്രഹത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ഈ കടമൊക്കെ ഒന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ, ആ കൊടുക്കാനുള്ള പണമൊക്കെ ഒന്ന് കൊടുത്ത് തീർത്തായിരുന്നെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ, എൻ്റെ കുഞ്ഞിൻ്റെ മാനസിക പ്രശ്നങ്ങൾ മാറിയിരുന്നെങ്കിൽ, ഈ രോഗമൊന്ന് സൗഖ്യമായിരുന്നെങ്കിൽ, നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. ദൈവം സാധിപ്പിച്ചു തരും. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഒരു മനുഷ്യൻ, ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വീട് ആനയൊക്കെയുള്ള സ്ഥലത്താണ്, അതിനകത്ത് ഒറ്റ മുറിയേ ഉള്ളൂ, എനിക്ക് 2 പിള്ളേരുണ്ട്. എൻ്റെ അയൽവാസികൾ, നാട്ടുകാർ, കുടുംബക്കാർക്ക് ചോദിക്കുന്നു, ഈ വീട്ടിലേക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ, കല്യാണം നടക്കുമോ, നീ ഒരു വീടൊക്കെ ഒന്ന് പണിയണ്ടേ. അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, ഒരു വീട് ലഭിച്ചിരുന്നെങ്കിൽ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച വ്യക്തി വീട് മേടിച്ചു. വീടിന്റെ കേറിക്കൂടൽ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച വീടാണ് ദൈവം എനിക്ക് തന്നതെന്ന്. ഞാൻ ആഗ്രഹിച്ചതാണ് ദൈവം എനിക്ക് തന്നതെന്ന്. ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി കേട്ടെ. പഴയ നിയമത്തിൽ ഹന്ന പ്രാർത്ഥിച്ചു, ഒരു ആൺകുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു ആൺകുഞ്ഞിനെ എനിക്ക് കയ്യിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹന്ന പ്രാർത്ഥിച്ചു, അവൾ ആഗ്രഹിച്ചതുപോലെ പുരോഹിതന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ അന്ന് ആഗ്രഹിച്ചത്. നീ വിതച്ചത് കൊയ്യും, നീ വിതച്ചത് കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. 2 കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി, അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, നീ ആഗ്രഹിച്ചത് ദൈവം നിനക്ക് തരും. നീ ആഗ്രഹിച്ചത് ദൈവം നിനക്ക് തരും. നിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. ഈ പ്രതിസന്ധികൾ മാറും. ഉറക്ക വിളിച്ച യേശുവേ ജീവനേ, ജീസസ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. കരമടിച്ചൊന്ന് പാടാമോ? ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. കരമുയർത്തി തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടും. അടച്ചിടുമേ, വാതിൽ
നമ്മുടെ കണ്ണുകൾ നടക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കരം ഇന്നെന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കാം. യേശുവിൻ്റെ കരം എന്നെ ഭാഗികമായിട്ടല്ല, മുഴുവനായി രക്ഷിക്കും. എൻ്റെ സങ്കടങ്ങൾ എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാണ്. എൻ്റെ കണ്ണുനീര് ദൈവത്തെ ആരാധിക്കാൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ചെറുതും വലുതുമായ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമുണ്ട്. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ആഗ്രഹം, നിങ്ങളിങ്ങനെ ചിന്തിക്കുവാന്നിരിക്കട്ടെ, ഒന്നും നടക്കുകയില്ല, എൻ്റെ കാര്യം ഒന്നും ശരിയാകത്തില്ല, ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഞാൻ വീട് വെക്കാൻ സാധ്യതയില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയുള്ളെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ നിങ്ങളുടെ അകത്ത് യേശു ഇല്ല, എങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വചനവും ഇല്ല. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, എനിക്ക് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്ന, എൻ്റെ ദൈവം എന്നെ അത്ഭുതമാക്കും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണെങ്കിൽ നിൻ്റെ അകത്ത് യേശു ഉണ്ട്, നിൻ്റെ അകത്ത് ജീവിക്കുന്ന വചനമുണ്ട്. നിന്നെ ദൈവം കൈ പിടിച്ചു തന്നെ ഉയർത്തും. നെഗറ്റീവായിട്ട് ചിന്തിക്കല്ല്. എൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്ക്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മലയാളം പോലും എഴുതുമ്പോൾ തെറ്റു വന്ന ഒരാളാണ് ഞാൻ. മലയാളം പഠിപ്പിച്ച ടീച്ചർ തന്നെ ചോദിച്ചു, നിനക്ക് മലയാളം പോലും എഴുതാൻ അറിയില്ല, നീ രക്ഷപ്പെടത്തില്ല. ഞാൻ എത്രയോ കാര്യങ്ങൾ, എത്രയോ മനുഷ്യരോട് സംസാരിച്ചു, എനിക്ക് എഴുതാൻ അറിയില്ലായിരുന്നു, എഴുതുമ്പോൾ തെറ്റുവരുമായിരുന്നു, കൂട്ടി വായിക്കുമ്പോൾ ക്ലിയറാകാതെ വരുമായിരുന്നു, അതിൻ്റെ പേരിൽ പല അവഗണനകൾ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിച്ചു, അനേകരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് വചനം പറയുവാൻ ഭാഗ്യം തരണമെന്ന്. എന്നെ അറിയുന്നവർ മുഴുവൻ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല, നിന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല, നിനക്കതിനാലുള്ള ജ്ഞാനമില്ല. പക്ഷേ നമ്മൾ എന്താഗ്രഹിക്കുന്നു, ആഗ്രഹത്തെ മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ തന്നെ ഒരു തെളിവാണ്, എൻ്റെ ജീവിതത്തന്നെ തെളിവാണ്. നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിച്ചെത്രയോ പേർ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ? കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. രക്ഷകന്റെ കരം എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക. എല്ലാ കണ്ണുകളെയും അടച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. കരങ്ങളെ ഒന്ന് കോർത്തു പിടിക്കാമോ? ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എന്നെ അനുഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ നടക്കുവാൻ പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ ഇടപെടൽ നടക്കുവാൻ പ്രാർത്ഥിച്ച്, എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, ഈ വ്യക്തിയെ സൗഖ്യമാക്കണമേ, ഈ വ്യക്തിയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി. ഇന്ന് നിയോഗം സമർപ്പിച്ച് എല്ലാവരും ഒന്ന് കരമുയർത്താമോ? എന്നിട്ട് ശുശ്രൂഷകർ ആ ജനത്തിന്റെ നേരെ ദൈവത്തിനോടുള്ള വിശ്വാസത്തിലൊന്ന് നോക്കിക്കേ. എത്ര കൈകളാ ഉയർന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും ഒക്കെ വന്നവരാണ്. രാത്രി ഉറക്കളച്ച് ഈ ആലയത്തിൽ അഭയം തേടി പ്രാർത്ഥനയ്ക്ക് വന്നവരാണ്. ഈ ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ ക്യൂ നിന്ന് നിയോഗം കൊടുത്ത 347 പേരുണ്ട്, 344 പേരുണ്ട്. ഇന്നലെ സമർപ്പിച്ചവരുണ്ട്. കർത്താവ്, ഈ ജനത്തിന്റെ പ്രാർത്ഥനകളെ ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. നിയോഗം സമർപ്പിച്ച ഈ മക്കളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ അടയാളങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ അടയാളം സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ഉയർന്നു നിൽക്കട്ടെ. യേശുവിന്റെ കരം ഇവരെ അനുഗ്രഹിക്കട്ടെ. യേശുവേ, ഇവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകരും അവരെ നോക്കി ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച്, കർത്താവ്, ഇവിടെ വന്ന് ഈ കരം ഉയർത്തിയ ഓരോ വ്യക്തികളുടെ സാക്ഷ്യം എനിക്ക് കേൾക്കാൻ കഴിയണം. ദൈവം അവരെ അനുഗ്രഹിച്ചതിന്റെ അടയാളം അവർക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ എവിടെ നിന്ന് വന്നവരാകട്ടെ, നിങ്ങൾ ഏതു ദേശത്തു നിന്ന് വന്നവരാകട്ടെ, ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട്, ബഹുമാനത്തോടെ കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ ബലമുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് യേശുവേ എന്ന് വിളിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. വിശ്വസിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീസസ്. ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ
ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ കൊന്തയുണ്ടെങ്കിൽ ഒന്നെടുത്ത് കയ്യിൽ പിടിക്കാമോ? ഈ കൊന്ത ഒരു നിയോഗമുള്ളതാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പ്, ഈ മണ്ണിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി 33 പ്രാവശ്യം പറഞ്ഞു, കർത്താവ് ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ ആവശ്യങ്ങളെ മുൻനിർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 4 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ വിശുദ്ധ ജലം തളിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ നേർച്ച ഭക്ഷണത്തെ, ഞങ്ങൾ ഉയർത്തി ഭക്തസാധനങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധ ജലം തളിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ താഴ്ത്താം. 3 പ്രാവശ്യം ചൊല്ലി ഈ ജപമാല നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും തിരിച്ചിറങ്ങി പോകുമ്പോഴും നിങ്ങൾ ഈ മണ്ണിൽ തന്നെ ചവിട്ടി 30 പ്രാവശ്യം 3 പ്രാവശ്യം കൂടി ഇപ്പോൾ ചൊല്ലി എൻ്റെ നിയോഗത്തെ സാധിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു വേണം നിങ്ങൾ പോകുവാൻ. നിങ്ങൾക്കതൊരു സാക്ഷ്യമായി തീരും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ദൈവം നൽകിയ അവസരം, ഈ മഴയായിരുന്നിട്ടും ഈ വെള്ളപ്പൊക്കമായിരുന്നിട്ടും, എന്തായാലും വലിയ മഴയിൽ നിന്നൊക്കെ ഒത്തിരി ആശ്വാസം കിട്ടി. പക്ഷെ നമ്മൾ വന്നപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നാലും എറിച്ചിലടിച്ചും നനഞ്ഞ കുടയുമായി വണ്ടിയിൽ കയറിയും ബസ്സിൽ കയറിയും ട്രെയിനിൽ കയറിയും ഒക്കെ വന്ന ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. ഞങ്ങളൊന്നും ഒട്ടും നനഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെയാ ഉറക്കളച്ചൊക്കെ വന്നത്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ. നിങ്ങൾ ഏതു ദേശത്തു നിന്ന് വന്നവരാകട്ടെ, നിങ്ങളുടെ തിരിച്ചുള്ള യാത്ര, സഞ്ചരിക്കുന്ന വാഹനം, ആ വീട്ടിൽ ചെന്ന് കയറുന്നത് എല്ലാ സമയവും അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്മേലൊരു അനുഗ്രഹം കയറി വരട്ടെ. നമ്മുടെ ജീവിതം നമ്മൾ കണ്ടിട്ടില്ലേ? ബർത്ത്ഡേയോ വിവാഹ വാർഷികമോ ഒക്കെ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ചില സമ്മാനങ്ങളുമായി നമ്മളെ വിസിറ്റ് ചെയ്യും, സന്ദർശിക്കും. ഇതുപോലെ ദൈവവും തൻ്റെ അനുഗ്രഹവുമായി നമ്മളെ സന്ദർശിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സന്ദർശനമുണ്ടാകട്ടെ. ദൈവം നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കട്ടെ. ശ്രദ്ധിച്ചേ, യാക്കോബ് കണ്ടു പൊട്ടിത്തകർന്ന് ഒരു 50 രൂപയുടെ തലയണ പോലും മേടിക്കാൻ പൈസയില്ലാതെ കല്ല് തലയണയാക്കി വെച്ച് റോഡ് വക്കിൽ കിടന്നവൻ കണ്ടത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ അടുത്ത അധ്യായത്തിൽ എഴുതിയിരിക്കുവാണ്, യാക്കോബിന്റെ സ്ഥിതി മാറി, യാക്കോബിന്റെ സമ്പത്ത് എന്നാണ് തലക്കെട്ട്. നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുവാൻ 2 കരങ്ങളെയും ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ 10,000 അതിശ്രേഷ്ഠൻ. എനിക്കേറ്റം പ്രിയമുള്ള ശബ്ദമുയർത്തി യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, യേശുവാരിലും വലിയവൻ. യേശു, യേശു, യേശുവാരിലും വലിയ. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. നന്ദിയും സ്നേഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കുമുള്ള നേർച്ച ഭക്ഷണമുണ്ട്, നേർച്ച മണ്ണുണ്ട്, അരിയുണ്ട്. എല്ലാം മേടിച്ച് പ്രാർത്ഥനയോടെ പോവുക. നിങ്ങൾ പോകുമ്പോൾ 30 പ്രാവശ്യം ആ നിയോഗ പ്രാർത്ഥന നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി മറക്കാതെ ചൊല്ലിപ്പോകണമേ എന്നും ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ദിവസം. തിരിച്ച് നിങ്ങളുടെ യാത്ര, ബസ്, കാറ്, ട്രെയിനിലുള്ള യാത്ര എല്ലാം അനുഗ്രഹമാകട്ടെ, സുരക്ഷിതമാകട്ടെ. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾ കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.